പോലീസ് ഇതുവരെ കാണാത്ത വിധമുള്ള മൃഗീയമായ വേട്ട വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുകയാണ്, യുവജനങ്ങൾക്കെതിരെ നടത്തുക. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. വലിയ പകർച്ചവ്യാധികൾക്ക് പോലും കാരണമായേക്കാവുന്ന ചെളിവെള്ളം കൊണ്ടാണ് കുട്ടികൾ അഭിഷേകം ചെയ്തത്. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ഇന്നലെ SFI വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയത് നരനായാട്ടാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. ഈ കേരളത്തിൽ എല്ലാ കാലവും UDF അധികാരത്തിലിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള ക്രൂരപീഡനങ്ങൾ നടത്തിയിട്ടുണ്ട്. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. UDF അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനേക്കാൾ നിഷ്ഠൂരമായ കടന്നാക്രമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉത്തമൻ തുടങ്ങി 11 പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. താഴെ വന്ന് കിടക്കുന്ന വെള്ളം എടുക്കുന്ന ഒരു വിഷ്വൽ എടുത്തിട്ടാണ് ചില മാധ്യമങ്ങൾ ആ വാർത്തയാക്കിയത്. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ബ്ലേഡൊന്നും കൊണ്ടുവരത്തില്ല, ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ല. ഞങ്ങൾ ബ്ലേഡ് പിന്നെ ഈ മഷിക്കുപ്പി ഇതൊന്നും കൊണ്ടുപോകുന്ന ആൾക്കാരല്ല ഞങ്ങൾ. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഏതായാലും പോലീസുകാരുടെ കയ്യിൽ ലാത്തിയിരിക്കുമ്പോൾ ബ്ലേഡ് കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. ആ ബ്ലേഡ് ആര് കൊണ്ടുവന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കുഴപ്പമായി തോന്നുന്നത്. ഈ ബ്ലേഡ് ആരാണ് കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടെത്തും, അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്, ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്നത് SFIക്കാർ തന്നെയെന്ന് പോലീസ്. തെളിവായി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പിന്നെ ആശാന്റെ മുഖം നന്നായി പതിഞ്ഞിട്ടുണ്ട്, ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല. സമരത്തിന് വരുന്ന ആളുകൾ എന്തിനാണ് ഈ ബ്ലേഡ് കൊണ്ടിരുന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അവന്റെ മോദം കണ്ടില്ലേ, ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, ഞാൻ പലതവണ പറഞ്ഞതാ. ബ്ലേഡ് കൊണ്ടുവന്ന പ്രവർത്തകനെയും തിരിച്ചറിഞ്ഞു. നേതാക്കളടക്കം 10 പേർക്കെതിരെ കേസെടുത്തു. SFIയുടെ സമരം, DYFIയുടെയും സമരം, ഞങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ.